വെൽക്കം ബാക്ക് ടു SR ഫോർമുല ഓഫ് എഡ്യൂക്കേഷൻ. 7th സ്റ്റാൻഡേർഡിലെ സോഷ്യൽ സയൻസിലെ 4th ചാപ്റ്റർ ആയിട്ടുള്ള ഇന്ത്യ ടുവാർഡ്സ് എ ന്യൂ ഇറ, ഇന്ത്യ പുതുയുഗത്തിലേക്ക് എന്ന ചാപ്റ്ററാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. At the beginning of the lesson, there is a description and also a picture and image related to Sati system. So first of all, we can discuss that. It was AD 1612 to 1616. AD 1612 to 1616 കാലഘട്ടം. A day in Surat, സൂറത്തിലെ ഒരു ദിവസം. A Baniya man was dead. ബനിയ വിഭാഗത്തിൽപ്പെട്ട ഒരാൾ മരിച്ചു. The body is being carried away for cremation to the burial ground. ശവശരീരം ദഹിപ്പിക്കാനായി അകലെയുള്ള ഒരു ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകുന്നു. ഹൺഡ്രഡ്സ് ഓഫ് പീപ്പിൾ അക്കമ്പനി ദ ഫ്യൂണറൽ പ്രൊസഷൻ. ശവമഞ്ചത്തെ, അതായത് ശവ സംസ്കാര ഘോഷയാത്രയെ അനുഗമിച്ചുകൊണ്ട് നൂറുകണക്കിന് ആളുകളുമുണ്ട്. Wife of the deceased is accompanied by relatives and maid. She has put on new clothes and ornaments as if she is about to enter. പുതിയ വസ്ത്രങ്ങളും പുത്തൻ ആഭരണങ്ങളും ധരിച്ച് മരണപ്പെട്ടയാളുടെ ഭാര്യയും ആ സംഘത്തിലുണ്ട്. വിവാഹ മണ്ഡപത്തിലേക്കെന്ന പോലെ ബന്ധുക്കളും തോഴിമാരും ചേർന്നവളെ കൊണ്ടുപോകുന്നു. The dead body is placed on the funeral pyre. She circles the pyre 3 times and sits on it, placing her husband's head on her lap. ശവശരീരം ചിതയിൽ വെച്ചു. 3 വട്ടം വലം വെച്ച് അവൾ ചിതയിൽ കയറിയിരുന്നു. എന്നിട്ട് ഭർത്താവിൻ്റെ ശിരസ് മടിയിൽ വെച്ചു. She is going to accompany her husband to the other world. That was the belief. അവൾ അവളുടെ ഭർത്താവിനോടൊപ്പം മറ്റൊരു ലോകത്തേക്ക് താമസിക്കാൻ പോകുകയാണ് എന്നതാണ് വിശ്വാസം. Firewood is placed around her. Ghee, oil and perfumes are showered over her and the pyre is lit. ഉണങ്ങിയ വിറകുകൊള്ളികൾ അവൾക്ക് ചുറ്റും വെച്ചു. നെയ്യും എണ്ണയും പെർഫ്യൂംസും ഇതെല്ലാം അവൾക്ക് മേലെ ഷവർ ചെയ്തു. ചിതയ്ക്ക് തീ കൊളുത്തി. She was not more than 10 years old and had not even lived with her husband. Still she as a wife has burned alive in the pyre. 10 വയസ്സിലധികം പ്രായമില്ലാത്ത അവൾ ഭർത്താവിനോടൊപ്പം താമസിച്ചിട്ടില്ല. എന്നിട്ടും ഭാര്യ എന്ന നിലയിൽ അവൾ ചിതയിലെരിഞ്ഞു. This description that is given by a famous historiographer or a British civil servant, William Foster, through his work Early Travels in India 1583 to 1619. വില്യം ഫോസ്റ്റർ എന്നൊരു ചരിത്ര എഴുത്തുകാരൻ അല്ലെങ്കിൽ ഹിസ്റ്റോറിയോഗ്രാഫർ അല്ലെങ്കിൽ ഒരു സിവിൽ സർവൻ്റ്, ഒരു ബ്രിട്ടീഷ് സിവിൽ സർവൻ്റ് ആയിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ടൊരു വർക്കായിട്ടുള്ള ഏർലി ട്രാവൽ 1583 to 1619. ഈ ഒരു ഡിസ്ക്രിപ്ഷനിലൂടെ എന്താണ് സതി സിസ്റ്റം, എന്താണ് അതിൻ്റെ പ്രോസസ്സ്, ഇതെല്ലാം നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ഈ ഒരു ഡിസ്ക്രിപ്ഷനിലൂടെ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പോയിൻ്റാണ് ഇവിടെ ക്വസ്റ്റ്യൻ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. വാട്ട് യു മെൻറ്റ് ബൈ സതി സിസ്റ്റം. എന്താണ് സതി സിസ്റ്റം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? When the husband died, the wife of the deceased had to jump into the pyre and die. This evil custom is called as sati system. ഭർത്താവ് മരണപ്പെട്ടാൽ ഭാര്യ ചിതയിൽ ചാടി മരിക്കുന്ന ഈ ഒരു ഈവിൾ കസ്റ്റംസിനെ വിളിക്കുന്ന പേരാണ് സതി സിസ്റ്റം. This is a description on sati, an evil practice that prevailed in India. ഇന്ത്യയിൽ നിലനിന്നിട്ടുണ്ടായിരുന്ന സതി എന്ന സോഷ്യൽ ഈവിൾസിനെ കുറിച്ച്, അതായത് ഒരു ദുരാചാരത്തെക്കുറിച്ചാണ് ഇവിടെ വിവരിച്ചിട്ടുള്ളത്. സെവറൽ സച്ച് സോഷ്യൽ ഈവിൾസ് ആൻഡ് പ്രാക്ടീസസ് പ്രിവൈൽഡ് ഇൻ ഇന്ത്യ. ഇത്തരത്തിലുള്ള നിരവധി സാമൂഹിക അനാചാരങ്ങൾ ഇന്ത്യയിൽ നിലനിന്നിരുന്നു. ക്യാൻ യു നെയിം സം ഓഫ് ദം? അവയുടെ പേര് അല്ലെങ്കിൽ അവ ഏതെല്ലാമാണെന്ന് നിങ്ങൾക്കറിയാമോ? നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ കുറച്ച് പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്. So the important social evils and practices that prevailed in India, they were: first one, child marriage, ശൈശവ വിവാഹം. Second, prohibition on widow remarriage, വിധവ വിവാഹ നിഷേധം.
ദെൻ തേർഡ് പോയിന്റ് ഹ്യൂമൻ സാക്രിഫൈസ്, മനുഷ്യനെ ബലിയറുക്കുക, അതായത് നരബലി. ദെൻ ഫീമെയിൽ ഇൻഫാൻറ്റിസൈഡ്, പെൺ ശിശുഹത്യ. സ്ലൈവറി, അടിമത്വം. ഇതല്ലാണ്ട് ഇനി ഏതെല്ലാം പോയിന്റ്സ് നമുക്കിവിടെ ആഡ് ചെയ്യാമെന്ന് നോക്കാം കേട്ടോ. കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ, ജാതി വിവേചനം. അൺടച്ചബിലിറ്റി, തൊട്ടുകൂടായ്മ. പൊളിഗമി, ബഹുഭാര്യത്വം. അപ്പം നമ്മുടെ ഇന്ത്യയിൽ നിലനിന്നിരുന്ന പ്രധാനപ്പെട്ട സോഷ്യൽ ഈവിൾസ് ആൻഡ് പ്രാക്ടീസസ് എന്ന് പറയുന്നത് ഒന്ന് സതി, രണ്ട് ചൈൽഡ് മാരേജ്, പ്രൊഹിബിഷൻ ഓഫ് വിഡോ റീമാരേജ്, ഹ്യൂമൻ സാക്രിഫൈസ്, ഫീമെയിൽ ഇൻഫാൻറ്റിസൈഡ്, സ്ലൈവറി, കാസ്റ്റ് സിസ്റ്റം, അൺടച്ചബിലിറ്റി ആൻഡ് പൊളിഗമി. Okay. Several reform movements came up in the 19th century to fight against these evil practices. ഇത്തരം ഈവിൾ പ്രാക്ടീസസിന് എതിരായിട്ട് 19th സെഞ്ച്വറിയിൽ ഒരുപാട് സോഷ്യൽ റിഫോം മൂവ്മെൻറ്റ്സ് അല്ലെങ്കിൽ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ വളർന്നു വന്നു. അപ്പോൾ സോഷ്യൽ റിഫോം മൂവ്മെൻറ്റ്സ് വളർന്നു വന്ന നൂറ്റാണ്ട് ഏതാണെന്ന് ചോദിച്ചാൽ അത് 19th സെഞ്ച്വറിയാണ്, 19ാം നൂറ്റാണ്ടാണ്. സോഷ്യൽ കോൺഷ്യസ്നെസ് ദാറ്റ് ഡെവലപ്ഡ് ഡ്യൂ ടു ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ആൻഡ് റാഷണൽ തിങ്കിങ് ലെഡ് ടു ദീസ് റിഫോം മൂവ്മെൻറ്റ്സ്. യുക്തിചിന്തയുടെയും ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെയും ഫലമായിട്ട് വളർന്നു വന്നിട്ടുള്ള അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ള സോഷ്യൽ കോൺഷ്യസ്നെസ്സിൻ്റെ ഫലമായിട്ടാണ്, സാമൂഹിക ബോധത്തിൻ്റെ ഫലമായിട്ടാണ് ഇത്തരം സോഷ്യൽ റിഫോം മൂവ്മെൻറ്റ്സ് നമ്മുടെ ഇന്ത്യയിൽ 19ാം നൂറ്റാണ്ടിൽ വളർന്നു വന്നിട്ടുള്ളത്. അപ്പോൾ സോഷ്യൽ റിഫോം മൂവ്മെൻറ്റ്സിൻ്റെ വളർച്ചയ്ക്ക് സഹായകമായിട്ടുള്ള ഫാക്ടേഴ്സ് ഏതാണെന്ന് ചോദിച്ചാൽ അത് സോഷ്യൽ കോൺഷ്യസ്നെസ് ദാറ്റ് ഡെവലപ്പ് ഡ്യൂ ടു ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ആൻഡ് റാഷണൽ തിങ്കിങ്. യുക്തിചിന്തയുടെയും ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെയും ഫലമായി വളർന്നു വന്നിട്ടുള്ള സാമൂഹിക ബോധമാണ് സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ വളർച്ചയ്ക്ക് കാരണമായിട്ടുള്ളത്. The protest against the evil customs and superstitions, freedom of women, spread of education, and a sense of pride on Indian culture were the common features of these movements. അനാചാരങ്ങളോടും അന്ധവിശ്വാസങ്ങളോടുമുള്ള എതിർപ്പ്. സൂപ്പർസ്റ്റീഷ്യസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അന്ധവിശ്വാസങ്ങൾ. സോ അനാചാരങ്ങളോടും അന്ധവിശ്വാസങ്ങളോടുമുള്ള എതിർപ്പ്. സ്ത്രീ സ്വാതന്ത്ര്യം, ഫ്രീഡം ഓഫ് വിമൺ, സ്ത്രീ സ്വാതന്ത്ര്യം. സ്പ്രെഡ് ഓഫ് എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസത്തിൻ്റെ വ്യാപനം. എ സെൻസ് ഓഫ് പ്രൈഡ് ഓൺ ഇന്ത്യൻ കൾച്ചർ, ഇന്ത്യൻ സംസ്കാരത്തെക്കുറിച്ചുള്ള ഒരു അഭിമാനബോധം എന്നിവ സോഷ്യൽ റിഫോം മൂവ്മെൻറ്റ്സിൻ്റെ അല്ലെങ്കിൽ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ പൊതുവായിട്ടുള്ള ചില ഫീച്ചേഴ്സ് ആയിരുന്നു, പൊതുവായിട്ടുള്ള ചില സവിശേഷതകളായിരുന്നു. ചില ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് സെഞ്ച്വറി ദ സോഷ്യൽ റിഫോം മൂവ്മെൻറ്റ്സ് വെർ എമേർജ്? ഏത് നൂറ്റാണ്ടിലാണ് സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ എമേർജ് ചെയ്തിട്ടുള്ളത്? ആൻസർ, ഇൻ ദി 19th സെഞ്ച്വറി, 19ാം നൂറ്റാണ്ടിൽ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് were the factors that led to the emergence of social reform movements? സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ ഉയർച്ചയ്ക്ക് അല്ലെങ്കിൽ വളർച്ചയ്ക്ക് കാരണമായിട്ടുള്ള ഫാക്ടേഴ്സ് ഏതെല്ലാം, ഘടകങ്ങൾ ഏതെല്ലാമാണ്? ആൻസർ, സോഷ്യൽ കോൺഷ്യസ്നെസ് ദാറ്റ് ഡെവലപ്ഡ് ഡ്യൂ ടു ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ആൻഡ് റാഷണൽ തിങ്കിങ് ലെഡ് ടു ദി റിഫോം മൂവ്മെൻറ്റ്സ്. യുക്തിചിന്തയും ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിലൂടെയും ഡെവലപ്പ് ചെയ്തിട്ടുള്ള സോഷ്യൽ കോൺഷ്യസ്നെസ് ആണ് സോഷ്യൽ റിഫോം മൂവ്മെൻറ്റ്സിൻ്റെ വളർച്ചയ്ക്ക് കാരണമായിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് were the common features of the social reform movements? സോഷ്യൽ റിഫോം മൂവ്മെൻറ്റ്സിൻ്റെ പൊതുവായിട്ടുള്ള ഫീച്ചേഴ്സ് ഏതെല്ലാമാണ്? The common features of the social reform movements were, സോഷ്യൽ റിഫോം മൂവ്മെൻറ്റ്സിൻ്റെ അല്ലെങ്കിൽ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ പൊതുവായിട്ടുള്ള ഫീച്ചേഴ്സ്. ഫസ്റ്റ് വൺ, പ്രൊട്ടസ്റ്റ് എഗെയിൻസ്റ്റ് ദി ഈവിൾ കസ്റ്റംസ് ആൻഡ് സൂപ്പർസ്റ്റിഷ്യൻസ്. അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെയുള്ള പ്രതിഷേധം. സെക്കൻഡ് ഫീച്ചർ, ഫ്രീഡം ഓഫ് വിമൺ, സ്ത്രീ സ്വാതന്ത്ര്യം. തേർഡ് പോയിന്റ്, സ്പ്രെഡ് ഓഫ് എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസത്തിൻ്റെ വ്യാപനം. ഫോർത്ത് പോയിന്റ്, എ സെൻസ് ഓഫ് പ്രൈഡ് ഓൺ ഇന്ത്യൻ കൾച്ചർ, ഇന്ത്യൻ സംസ്കാരത്തെക്കുറിച്ചുള്ള അഭിമാന ബോധം. നെക്സ്റ്റ് ടോപ്പിക്, ഇമ്പോർട്ടൻറ്റ് റിഫോം മൂവ്മെൻറ്റ്സ് ആൻഡ് ലീഡേഴ്സ്.
പ്രധാനപ്പെട്ട പരിഷ്കരണ പ്രസ്ഥാനങ്ങളും അതിൻ്റെ നേതാക്കന്മാരും. ഫസ്റ്റ് വൺ, രാജാറാം മോഹൻ റോയ്. Rajaram Mohan Roy, who gained Western education, strongly condemned evil practices like sati and child marriage that prevailed in India. പാശ്ചാത്യ വിദ്യാഭ്യാസം, അതായത് വെസ്റ്റേൺ എഡ്യൂക്കേഷൻ നേടിയ രാജാറാം മോഹൻ റോയ് ഇന്ത്യയിൽ നിലനിന്നിരുന്ന സതി, ശൈശവവിവാഹം തുടങ്ങിയിട്ടുള്ള അനാചാരങ്ങൾക്കെതിരെ വളരെ ശക്തമായി പ്രതിഷേധിച്ചു. His campaign against sati persuaded Lord William Bentinck, the British Governor General, to abolish sati. സതി സിസ്റ്റത്തിന് എതിരായിട്ട് രാജാറാം മോഹൻ റോയ് നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ അന്നത്തെ ബ്രിട്ടീഷ് ഗവർണർ ജനറലായിരുന്ന ലോർഡ് വില്യം ബെൻറ്റിക്കിനെ ഇൻസ്പയേർഡ് ചെയ്യുകയും അതിൻ്റെ ഫലമായി 1829 നമ്മുടെ ഇന്ത്യയിൽ നിന്നും സതി സിസ്റ്റത്തെ നിരോധിച്ചു. സോ സതി സിസ്റ്റം അബോളിഷ് ചെയ്തത് ബ്രിട്ടീഷ് ഗവർണർ ജനറലായിരുന്ന സർ വില്യം ബെൻറ്റിക്കാണ്, അല്ലെങ്കിൽ ലോർഡ് വില്യം ബെൻറ്റിക്കാണ്. He founded Brahma Samaj to propagate his ideology. അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിനായിട്ട് ബ്രഹ്മസമാജം എന്ന സംഘടന അദ്ദേഹം സ്ഥാപിച്ചു. And gave the message that the ideals of all religions are basically the same. അടിസ്ഥാനപരമായി എല്ലാ മതങ്ങളുടെയും ആശയങ്ങൾ ഒന്ന് തന്നെയാണ്, അല്ലെങ്കിൽ എല്ലാ മതങ്ങളും ഒന്നാണെന്നുള്ള ഒരു പൊതു സന്ദേശം അദ്ദേഹം പ്രചരിപ്പിച്ചു. He strongly believed caste system to be the major source of disparity in Indian society. ജാതി സമ്പ്രദായമാണ്, അല്ലെങ്കിൽ കാസ്റ്റ് സിസ്റ്റമാണ് ഇന്ത്യക്കാർക്കിടയിലെ എല്ലാ അനൈക്യങ്ങൾക്കും, അല്ലെങ്കിൽ എല്ലാ ഇനീക്വാളിറ്റീസിൻ്റെയും പ്രധാന ഉറവിടമെന്ന് അദ്ദേഹം ബിലീവ് ചെയ്യുന്നു, എന്ന് അദ്ദേഹം വിശ്വസിച്ചു. He is known as the father of Indian Renaissance. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നാണ് രാജാറാം മോഹൻ റോയ് അറിയപ്പെടുന്നത്. Such important questions are: the first one, who is known as the father of Indian Renaissance? Answer: Rajaram Mohan Roy. Second question, who abolished sati system? സതി സമ്പ്രദായം നിരോധിച്ചത് ആരാണ്? ലോർഡ് വില്യം ബെൻറ്റിക്ക്, ബ്രിട്ടീഷ് ഗവർണർ ജനറൽ. ബ്രിട്ടീഷ് ഗവർണർ ജനറലായിരുന്ന ലോർഡ് വില്യം ബെൻറ്റിക്കാണ് സതി സിസ്റ്റം അബോളിഷ് ചെയ്തിട്ടുള്ളത്. Then third question, write about the role of Rajaram Mohan Roy. രാജാറാം മോഹൻ റോയുടെ പങ്കിനെക്കുറിച്ച്, സോഷ്യൽ ഈവിൾസ് ആൻഡ് പ്രാക്ടീസസ് ഒക്കെ നമ്മുടെ സമൂഹത്തിൽ നിന്നും എലിമിനേറ്റ് ചെയ്യുന്നതിൽ രാജാറാം മോഹൻ റോയുടെ റോൾസ് ഏതൊക്കെയാണെന്നാണ്. ഫസ്റ്റ് വൺ, ഹീ ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് ഇന്ത്യൻ റിനൈസൻസ്. അദ്ദേഹം ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നാണ് അറിയപ്പെടുന്നത്. He formed an organization that named as Brahma Samaj in 1828. 1828 ബ്രഹ്മ സമാജ് എന്ന ഒരു സംഘടന അദ്ദേഹം ഫോം ചെയ്തു. Then next, third point, he strongly protested against the evil practices like sati, child marriage and caste system. അദ്ദേഹം സമൂഹത്തിലെ അനാചാരങ്ങളിൽപ്പെട്ട സതി സിസ്റ്റത്തിനെതിരായിട്ടും ശൈശവവിവാഹത്തിനെതിരായിട്ടും ജാതി വ്യവസ്ഥക്കെതിരായിട്ടുമാണ് ശക്തമായി പ്രതിഷേധിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് സോഷ്യൽ റിഫോമർ സ്വാമി ദയാനന്ദ സരസ്വതി. Swami Dayananda Saraswati was the leader of Indian Renaissance who attacked caste system and condemned idol worship. ജാതി വ്യവസ്ഥയെയും വിഗ്രഹാരാധനയെയും, ഐഡൽ വർഷിപ്പ് എന്നതിൻ്റെ മീനിങ് വിഗ്രഹാരാധന, ജാതി വ്യവസ്ഥയെയും വിഗ്രഹാരാധനയെയും എതിർത്ത നവോത്ഥാന നായകനാണ് സ്വാമി ദയാനന്ദ സരസ്വതി. To disseminate his ideology, he founded Arya Samaj. അദ്ദേഹത്തിൻ്റെ ആശയങ്ങളെല്ലാം പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ഡിസമിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം ഒരു ഓർഗനൈസേഷൻ ഫോം ചെയ്തു. അതിൻ്റെ പേരാണ് ആര്യ സമാജ്. ഹി ഗേവ് ദ കോൾ ഗോ ബാക്ക് ടു വേദാസ്. വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് അദ്ദേഹം ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. ഹിയർ ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. റൈറ്റ് അബൌട്ട് ദ റോൾ ഓഫ് ദയാനന്ദ സരസ്വതി. സ്വാമി ദയാനന്ദ സരസ്വതിയുടെ പ്രധാന പങ്ക് എന്താണ്, അദ്ദേഹത്തിൻ്റെ റോൾ എന്താണ്? ഫസ്റ്റ് പോയിന്റ്, ഹി ഫോംഡ് ആൻ ഓർഗനൈസേഷൻ ദാറ്റ് നെയ്മഡ് ആസ് ആര്യ സമാജ് ഇൻ 1875.
1875 ആര്യ സമാജ് എന്നൊരു ഓർഗനൈസേഷൻ അദ്ദേഹം ഫോം ചെയ്തു. സെക്കൻഡ് പോയിന്റ്, ഹി സ്ട്രോങ്ലി പ്രൊട്ടസ്റ്റഡ് അഗെയിൻസ്റ്റ് ദി കാസ്റ്റ് സിസ്റ്റം ആൻഡ് ഇഡൽ വർഷിപ്പ്. വിഗ്രഹാരാധനയ്ക്ക് എതിരായിട്ടും ജാതി വ്യവസ്ഥയ്ക്കെതിരായിട്ടും അദ്ദേഹം നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ പ്രൊട്ടസ്റ്റ് ചെയ്തു, ശക്തമായി പ്രതിഷേധിച്ചു. ഹി ഗേവ് ദ കോൾ ഗോ ബാക്ക് ടു വേദാസ്. വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന ആഹ്വാനം ചെയ്തതും സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് സോഷ്യൽ റിഫോമറാണ് ജ്യോതിറാവു ഫൂലെ. ജ്യോതിറാവു ഫൂലെ കണ്ടംപ്ഡ് കാസ്റ്റ് സിസ്റ്റം ആൻഡ് പ്രൊമോട്ടഡ് വിഡോ റീമാരേജ്. വിധവ പുനർവിവാഹത്തെ അനുകൂലിക്കുകയും ജാതി വ്യവസ്ഥയ്ക്ക് എതിര് നിൽക്കുകയും ചെയ്തൊരു വ്യക്തിയാണ് ജ്യോതിറാവു ഫൂലെ. He argued that free and compulsory education should be provided to children up to 12 years. 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായിട്ടുള്ള വിദ്യാഭ്യാസം നൽകണമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ആൻഡ് ഗേവ് പ്രൈമറി കൺസേൺ ടു ദ എഡ്യൂക്കേഷൻ ഓഫ് ദി വീക്കർ സെക്ഷൻ ആൻഡ് വിമൻ. മറ്റൊന്ന്, അദ്ദേഹം പ്രധാനമായിട്ടും ഇമ്പോർട്ടൻസ് നൽകിയത് സമൂഹത്തിലെ ബാക്ക്വേർഡ് ആയിട്ടുള്ള വീക്കർ സെക്ഷനിൽ പെട്ടിട്ടുള്ള ആളുകളുടെയും സ്ത്രീകളുടെയും വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം പ്രധാനമായിട്ടും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത്. ഫോർ ദീസ് പർപ്പസസ് ഹി ഫൗണ്ടഡ് ദ സത്യശോധക് സമാജ്. അദ്ദേഹത്തിൻ്റെ ഇത്തരം ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അദ്ദേഹം ഒരു ഓർഗനൈസേഷൻ ഫോം ചെയ്തു. ആ ഓർഗനൈസേഷൻ്റെ പേരാണ് സത്യശോധക് സമാജ്. സത്യശോധക് സമാജ് ഫോം ചെയ്തിട്ടുള്ളത് ജ്യോതിറാവു ഫൂലെയാണ്. 1873 സത്യശോധക് സമാജ് ഫോം ചെയ്തിട്ടുള്ളത്. പണ്ഡിത രമാബായ്. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് സോഷ്യൽ റിഫോമർ പണ്ഡിത രമാബായ്. പണ്ഡിത രമാബായ് ഫൗണ്ടഡ് ആര്യ മഹിള സഭ, ആൻ ഓർഗനൈസേഷൻ ഫോർ ദ അപ്ലിഫ്റ്റ് ഓഫ് വിമൺ. സ്ത്രീകളുടെ ഉന്നമനത്തിനായി ആര്യ മഹിള സഭ എന്ന സംഘടന എന്നൊരു ഓർഗനൈസേഷൻ പണ്ഡിത രമാബായ് ഫൗണ്ട് ചെയ്തു. So the organization that founded by Pandita Ramabai, that's named as Arya Mahila Sabha. She fought against the social inequalities faced by women and worked tirelessly for women's education and the empowerment of widows. സ്ത്രീകൾ അനുഭവിക്കുന്ന സാമൂഹ്യ അസമത്വങ്ങൾക്കെതിരെ അവർ പോരാടി. വിധവകളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടും സ്ത്രീ വിദ്യാഭ്യാസത്തിനും വേണ്ടിയിട്ടും അവർ പ്രവർത്തിച്ചു. ഓക്കെ, സോ പണ്ഡിത രമാബായ് ഷീ പ്രൊട്ടസ്റ്റ് അഗെയിൻസ്റ്റ് ദ സോഷ്യൽ ഇനിക്വാലിറ്റീസ് ഫേസ്ഡ് ബൈ ദ വിമൻ. സ്ത്രീകൾ സമൂഹത്തിൽ അനുഭവിക്കുന്ന എല്ലാ അസമത്വങ്ങൾക്കെതിരെയും അവർ പോരാടി. ആൻഡ് വർക്ക് ടയർലെസ്ലി ഫോർ ദ വിമൻസ് എഡ്യൂക്കേഷൻ. അവർ സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി സ്ട്രോങ്ലി വർക്ക് ചെയ്തു. ആൻഡ് എംപവർമെൻറ്റ് ഓഫ് വിഡോസ്. വിധവകളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ ശാക്തീകരണത്തിന് വേണ്ടിയിട്ടും അവർ വർക്ക് ചെയ്തു. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് സോഷ്യൽ റിഫോമർ സർ സെയ്ദ് അഹമ്മദ് ഖാൻ. സർ സെയ്ദ് അഹമ്മദ് ഖാൻ ലെഡ് ദ മൂവ്മെൻറ്റ് ഫോർ ദ സ്പ്രെഡ് ഓഫ് മോഡേൺ എഡ്യൂക്കേഷൻ എമംഗ് മുസ്ലിംസ്. മുസ്ലിങ്ങൾക്കിടയിൽ ആധുനിക വിദ്യാഭ്യാസത്തിന് പ്രചാരം നൽകിയ സോഷ്യൽ റിഫോമറാണ് സർ സെയ്ദ് അഹമ്മദ് ഖാൻ. ഹി എസ്റ്റാബ്ലിഷ്ഡ് മുഹമ്മദൻ ആംഗ്ലോ ഓറിയൻ്റൽ കോളേജ് അറ്റ് അലിഗഡ്. അലിഗഡിൽ അദ്ദേഹം മുഹമ്മദൻ ആംഗ്ലോ ഓറിയൻ്റൽ കോളേജ് എന്നൊരു ഓർഗനൈസേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തു. ഇതിൻ്റെ മറ്റൊരു പേരാണ് അലിഗഡ് മൂവ്മെൻറ്റ്. ഇത് എസ്റ്റാബ്ലിഷ് ചെയ്ത വർഷം 1875. 1875 മുഹമ്മദൻ ആംഗ്ലോ ഓറിയൻ്റൽ കോളേജ് അല്ലെങ്കിൽ അലിഗഡ് മൂവ്മെൻറ്റ് സർ സെയ്ദ് അഹമ്മദ് ഖാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ദാറ്റ് ലേറ്റർ ബിക്കെയിം ദ ഫേമസ് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി. ഈ മുഹമ്മദൻ ആംഗ്ലോ ഓറിയൻ്റൽ കോളേജാണ് പിന്നീട് അല്ലെങ്കിൽ ഇന്നത്തെ ഫേമസ് ആയിട്ടുള്ള അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി എന്ന പേരിൽ അറിയപ്പെടുന്നത്. വൺ ഓഫ് ഹിസ് റിമാർക്സ് ഓൺ ദി ഹിന്ദു മുസ്ലിം യൂണിറ്റി ഈസ് ഗിവൺ ബിലോ. ഹിന്ദു മുസ്ലിം ഐക്യത്തെക്കുറിച്ച് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു: ബോത്ത് ഹിന്ദുസ് ആൻഡ് മുസ്ലിംസ് ബ്രീത്ത് ദ എയർ ഓഫ് ഇന്ത്യ. ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഇന്ത്യയുടെ വായുവാണ് ശ്വസിക്കുന്നത്. ഡ്രിങ്ക് ദ വാട്ടർ ഓഫ് ഗംഗ ആൻഡ് യമുന. ഗംഗയുടെയും യമുനയുടെയും ജലം കുടിക്കുന്നു.
We both feed upon the products of the Indian soil. നാം രണ്ടും ഇന്ത്യയുടെ മണ്ണിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഫുഡാണ് ഭക്ഷിക്കുന്നത്. വി ആർ ടുഗെദർ ഇൻ ലൈഫ് ആൻഡ് ഡെത്ത്. ജീവിതത്തിലും മരണത്തിലും നാം ഒരുമിച്ചാണ്. Here is some questions. The first one, write about the role of the Jyoti Rao Phule. ജ്യോതി റാവു ഫൂലെയുടെ പ്രധാനപ്പെട്ട പങ്ക്. First point, he formed an organization that named as Satyashodak Samaj in 1873. 1873 സത്യശോധക് സമാജ് എന്ന ഒരു സംഘടന അദ്ദേഹം ഫോം ചെയ്തു. Second point, he argued that free and compulsory education should be provided to children up to 12 years. 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം നൽകണമെന്ന് അദ്ദേഹം വാദിച്ചു. Then third point, he gave primary concern to the education of the weaker section and women. സമൂഹത്തിൽ ബാക്ക്വേർഡ് ആയിട്ടുള്ള ആളുകളുടെയും സ്ത്രീകളുടെയും വിദ്യാഭ്യാസത്തിന് അദ്ദേഹം കൂടുതൽ പ്രാധാന്യം നൽകി. Next question, write about the role of Pandita Ramabai. Answer, she founded an organization that named as Arya Mahila Sabha. ആര്യ മഹിള സഭ എന്ന പേരിൽ ഒരു സംഘടന പണ്ഡിത രമാബായ് ഫോം ചെയ്തു. സെക്കൻഡ്, ഷീ ഫോട്ട് അഗെയിൻസ്റ്റ് ദ സോഷ്യൽ ഇനീക്വാലിറ്റീസ് ഫേസ്ഡ് ബൈ വിമൺ. സ്ത്രീകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സാമൂഹിക അസമത്വങ്ങൾക്കെതിരെ അവർ പോരാടി. തേർഡ്, ഷീ വർക്ക്ഡ് ഫോർ വിമൻസ് എഡ്യൂക്കേഷൻ ആൻഡ് ദ എംപവർമെൻറ്റ് ഓഫ് വിഡോസ്. വിധവകളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടും സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടും അവർ വർക്ക് ചെയ്തു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് അബൌട്ട് ദ റോൾ ഓഫ് സർ സെയ്ദ് അഹമ്മദ് ഖാൻ. ഫസ്റ്റ് പോയിന്റ്, he formed an organization, Aligarh Movement or Mohammedan Anglo-Oriental College at Aligarh in 1875. 1875 മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ് അല്ലെങ്കിൽ അലിഗഡ് മൂവ്മെൻറ്റ് അലിഗഡിൽ അദ്ദേഹം ഫോം ചെയ്തു. ഈ ഒരു ഓർഗനൈസേഷനാണ്, അദ്ദേഹത്തിൻ്റെ ഓർഗനൈസേഷൻ്റെ പേരാണ് അലിഗഡ് മൂവ്മെൻറ്റ് അല്ലെങ്കിൽ മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ് എന്നത്. സെക്കൻഡ് പോയിന്റ്, ഹി വർക്ക്ഡ് ഫോർ ദ സ്പ്രെഡ് ഓഫ് മോഡേൺ എഡ്യൂക്കേഷൻ എമംഗ് മുസ്ലിംസ്. മുസ്ലിങ്ങൾക്കിടയിൽ ആധുനിക വിദ്യാഭ്യാസം വ്യാപിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം വർക്ക് ചെയ്തിട്ടുള്ളത്. തേർഡ് പോയിന്റ്, ഹി ഗേവ് ഇമ്പോർട്ടൻസ് ടു ഹിന്ദു മുസ്ലിം യൂണിറ്റി. ഹിന്ദു മുസ്ലിം യൂണിറ്റിക്ക് വേണ്ടിയിട്ട് പ്രവർത്തിച്ചിട്ടുള്ള അല്ലെങ്കിൽ അതിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു സർ സെയ്ദ് അഹമ്മദ് ഖാൻ. ദ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് സോഷ്യൽ റിഫോമർ സ്വാമി വിവേകാനന്ദ. Swami Vivekananda fought against the caste inequalities and promoted education among women. ജാതിപരമായ അസമത്വങ്ങളെ എതിർക്കുകയും സ്ത്രീ വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത സാമൂഹിക പരിഷ്കർത്താവായിരുന്നു സ്വാമി വിവേകാനന്ദൻ. ഹി ഗേവ് എംഫസിസ് ടു ദി യൂണിവേഴ്സൽ ബ്രദർഹുഡ്. അദ്ദേഹം സാർവത്രിക സാഹോദര്യം എന്ന ആശയത്തിന് കൂടുതൽ പ്രാധാന്യം നൽകി. ആൻഡ് റിമാർക്കഡ്, അദ്ദേഹം വാദിച്ചു, ഫോർ അവർ ഓൺ മദർ ലാൻഡ് എ ജംഗ്ഷൻ ഓഫ് ദ ടു ഗ്രേറ്റ് സിസ്റ്റംസ് ഹിന്ദുയിസം ആൻഡ് ഇസ്ലാം ഇസ് ദ ഓൺലി ഹോപ്പ്. മഹത്തായ രണ്ട് വ്യവസ്ഥകളായിട്ടുള്ള ഹിന്ദുയിസവും ഇസ്ലാമിസത്തിൻ്റെയും കൂടിച്ചേരലാണ് നമ്മുടെ മാതൃരാജ്യത്തിൻ്റെ ഏക പ്രതീക്ഷ എന്നതാണ്. ഹി വാസ് ദ ഡിസൈപ്പിൾ ഓഫ് ശ്രീ രാമകൃഷ്ണ പരമഹംസ. രാമകൃഷ്ണ പരമഹംസയുടെ ശിഷ്യനായിരുന്നു സ്വാമി വിവേകാനന്ദൻ. ഹി ഫൗണ്ടഡ് ദ രാമകൃഷ്ണ മിഷൻ ടു പ്രൊപ്പഗേറ്റ് ദ ടീച്ചിങ്സ് ഓഫ് ഹിസ് മാസ്റ്റർ. അദ്ദേഹത്തിൻ്റെ ഗുരുവിൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിനായി സ്വാമി വിവേകാനന്ദൻ സ്ഥാപിച്ച സംഘടനയാണ് രാമകൃഷ്ണ മിഷൻ. ദ മിഷൻ എസ്റ്റാബ്ലിഷ്ഡ് സെവറൽ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓൾ ഓവർ ഇന്ത്യ. ഈ സംഘടനയുടെ ആഭിമുഖ്യത്തിൽ രാജ്യത്തുടനീളം ധാരാളം വിദ്യാലയങ്ങൾ അദ്ദേഹം എസ്റ്റാബ്ലിഷ് ചെയ്തു. ഹി പ്ലേഡ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ അവൈക്കണിംഗ് ദ നാഷണലിസ്റ്റിക് ഫീലിംഗ് ആൻഡ് സെൽഫ് റെസ്പെക്റ്റ് എമംഗ് ഇന്ത്യൻസ്. ഇന്ത്യക്കാരിൽ ഒരു ദേശീയ ബോധവും ആത്മാഭിമാനവും വളർത്തുന്നതിൽ അല്ലെങ്കിൽ ഉണർത്തുന്നതിൽ സ്വാമി വിവേകാനന്ദൻ്റെ പ്രവർത്തനങ്ങളും പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, write about the role of Swami Vivekananda. Answer, first point, he formed an organization that named as Ramakrishna Mission in 1897.
1897 രാമകൃഷ്ണ മിഷൻ എന്ന ഒരു സംഘടന അദ്ദേഹം ഫോം ചെയ്തു. സെക്കൻഡ് പോയിന്റ്, ഹി പ്രൊട്ടസ്റ്റഡ് അഗെയിൻസ്റ്റ് ദി കാസ്റ്റ് ഇൻഇക്വാളിറ്റീസ്. ജാതി അസമത്വങ്ങൾക്കെതിരെ അദ്ദേഹം പോരാടി. തേർഡ് പോയിന്റ്, ഹി പ്രൊമോട്ടഡ് എഡ്യൂക്കേഷൻ എമംഗ് വിമൺ. സ്ത്രീകൾക്കിടയിൽ വിദ്യാഭ്യാസത്തിന് വേണ്ടി അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചു. ഫോർത്ത് പോയിന്റ്, ഹി ഗേവ് ഇമ്പോർട്ടൻസ് ടു ദി യൂണിവേഴ്സൽ ബ്രദർഹുഡ്. സാർവത്രിക സാഹോദര്യത്തിന് അദ്ദേഹം ഇമ്പോർട്ടൻസ് നൽകി. നെക്സ്റ്റ് പോയിന്റ്, ഹി ഡെവലപ്ഡ് എ നാഷണലിസ്റ്റിക് ഫീലിംഗ് ആൻഡ് സെൽഫ് റെസ്പെക്റ്റ് എമംഗ് ഇന്ത്യൻസ്. ഇന്ത്യക്കാർക്കിടയിൽ ഒരു സ്വയം അഭിമാനബോധവും അതുപോലെ ദേശീയതയും അദ്ദേഹം വളർത്തി. In your textbook, there is a work for you. You want to complete the table. There is 3 columns. The first column that is about leaders of Indian Renaissance. Second column that's about organizations formed by the social reformers. Third column major activities of the social reformers. Okay. So ഈ 3 കാര്യങ്ങളും നമ്മളിപ്പം ഓരോ ക്വസ്റ്റ്യനിലൂടെ നമ്മളിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളൂ. ആ പോയിന്റ്സിന് നിങ്ങൾ ഈ കോളത്തിലോട്ട് എഴുതി കൊടുക്കുക. ഓക്കെ. നെക്സ്റ്റ് ടോപ്പിക്, ദ ചേഞ്ചിങ് പീപ്പിൾ. മാറുന്ന ജനത. The leaders of the social reform movements contributed to develop a vision emphasizing the universal brotherhood based on humanism that stood beyond caste and religion. ജാതിക്കും മതത്തിനുമപ്പുറം മനുഷ്യത്വത്തിലും സാർവത്രിക സാഹോദര്യത്തിലും പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു കാഴ്ചപ്പാട് ഡെവലപ്പ് ചെയ്യാൻ സോഷ്യൽ റിഫോം മൂവ്മെൻറ്റിൻ്റെ ലീഡേഴ്സിന് സാധിച്ചു. So the leaders of social reform movements, they helped to develop a vision. That vision gave importance to universal brotherhood based on humanism. Okay. All the reformers gave emphasis to the importance of education and established educational institutions. എല്ലാ റിഫോമേഴ്സും വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുകയും അവർ പുതിയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കുകയും ചെയ്തു. This in turn accelerated the progress of education in India. ഇത് ഇന്ത്യയിൽ വിദ്യാഭ്യാസ പുരോഗതിക്ക് കാരണമായി. They reminded Indians of their rich cultural heritage and thereby developed self-respect and national pride. Social reformers ഇന്ത്യയുടെ കൾച്ചറൽ ഹെറിറ്റേജിനെ കുറിച്ച്, സാംസ്കാരിക പൈതൃകത്തെക്കുറിച്ച് ഇന്ത്യൻ ജനതയെ ഓർമ്മിപ്പിക്കുകയും ഇന്ത്യൻ ജനതയ്ക്കിടയിൽ ഒരു നാഷണലിസ്റ്റിക് ഫീലിംഗ്, അതായത് ഒരു ദേശീയ ബോധം അല്ലെങ്കിൽ ഒരു അഭിമാന ബോധം, ഒരു സെൽഫ് റെസ്പെക്റ്റ്, ഒരു അഭിമാന ബോധം അവർക്കിടയിൽ സാമൂഹിക പരിഷ്കർത്താക്കൾ വളർത്തിയെടുത്തു. Thus the social reformers played a major role in awakening the Indians. ഇങ്ങനെ ഇന്ത്യൻ ജനതയിൽ പുതിയൊരു മാറ്റം അല്ലെങ്കിൽ പുത്തൻ ഉണർവ് സൃഷ്ടിക്കുന്നതിൽ സാമൂഹിക പരിഷ്കർത്താക്കൾ വളരെ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. Here is an important question for you. How did the social reformers played a major role in awakening the Indians? എങ്ങനെയാണ് ഇന്ത്യൻ ജനതയിൽ പുത്തൻ ഉണർവ് സൃഷ്ടിക്കുന്നതിൽ സാമൂഹിക പരിഷ്കർത്താക്കൾ ഒരു മേജർ റോൾ വഹിച്ചിട്ടുള്ളത്? എന്താണ് അവരുടെ ആക്ടിവിറ്റീസ്? സോ ആൻസർ ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഓൾ ദ റിഫോമേഴ്സ് ഗേവ് എംഫസിസ് ടു ദി ഇമ്പോർട്ടൻസ് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് എസ്റ്റാബ്ലിഷ്ഡ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. This in turn accelerated the progress of education in India. They reminded Indians of their rich cultural heritage and thereby developed self-respect and national pride. Thus, the social reformers played a major role in awakening the Indians. ഇതിൻ്റെ എല്ലാ മീനിങ്ങും നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതേ ഉള്ളൂ. Our next topic, emergence of nationalism. ദേശീയതയുടെ ആവിർഭാവം. The different social reform movements and their leaders whom we discussed instilled a new spirit among the Indians. നമ്മളിപ്പോൾ ഇതുവരെ ചർച്ച ചെയ്തത് സോഷ്യൽ റിഫോം മൂവ്മെൻറ്റ്സിനെ കുറിച്ചും അതിൻ്റെ ലീഡേഴ്സിനെ കുറിച്ചുമാണ്. ഈ സോഷ്യൽ റിഫോം മൂവ്മെൻറ്റ്സും അതിൻ്റെ ലീഡേഴ്സും നമ്മുടെ ഇന്ത്യൻ ജനതയിൽ ഒരു പുതിയ മാറ്റം തന്നെ സൃഷ്ടിച്ചിട്ടുണ്ട്, അല്ലേ? So, we have also discussed the political and economic conditions of the period in the previous chapter. നിങ്ങളുടെ കഴിഞ്ഞ
അധ്യായങ്ങളിലൂടെ നമ്മുടെ ഇന്ത്യയുടെ പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക് കണ്ടീഷൻസിനെ കുറിച്ച് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ ക്യാൻ യു റീകളക്ട് ദം? നിങ്ങൾക്കിത് ഏതൊക്കെയാണെന്നൊന്ന് റീകളക്ട് ചെയ്യാൻ പറ്റുമോ? എന്തൊക്കെയാണ് നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചതെന്ന് നിങ്ങൾക്ക് റീകളക്ട് ചെയ്യാൻ പറ്റുമോ? 4 പോയിന്റ്സ് അവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ കഴിഞ്ഞ ചാപ്റ്റേഴ്സിലായിട്ട് പഠിച്ചിട്ടുള്ള ചില 4 പോയിന്റ്സ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ, ദ ബ്രിട്ടീഷ് കൺക്വയർഡ് പ്രിൻസ്ലി സ്റ്റേറ്റ്സ് ആൻഡ് യൂണിഫൈഡ് ഇന്ത്യ പൊളിറ്റിക്കലി. ബ്രിട്ടീഷുകാർ നാട്ടുരാജ്യങ്ങളെ കീഴ്പ്പെടുത്തി ഒറ്റ ഭരണത്തിന് കീഴിലാക്കി രാഷ്ട്രീയമായി ഇന്ത്യയെ ഏകീകരിച്ചു, യൂണിഫൈഡ് ചെയ്തു. സെക്കൻഡ് പോയിന്റ്, the economic exploitation of the British government created an anti-British attitude among Indians. ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക ചൂഷണം ഇന്ത്യക്കാരിൽ പൊതുവെ ബ്രിട്ടീഷ് വിരുദ്ധ മനോഭാവം വളർത്തിയെടുത്തു. തേർഡ് പോയിന്റ്, the spread of English education and the development in transport and communication brought the people together. ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെ വ്യാപനവും ഗതാഗത വാർത്താവിനിമയ സൗകര്യങ്ങളുടെ വളർച്ചയും വിവിധ ജനവിഭാഗങ്ങളെ ഒരുമിപ്പിച്ചു അല്ലെങ്കിൽ യോജിപ്പിച്ചു. Then fourth point, the strategies adopted by the British to suppress the first war of Indian independence created a national consciousness and made people think that they belonged to the same country. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ അടിച്ചമർത്തുവാൻ ബ്രിട്ടീഷുകാർ സ്വീകരിച്ച മാർഗം ഇന്ത്യയിലെ ജനങ്ങളെ ഒന്നിപ്പിക്കുവാനും ഒരു രാജ്യത്തിൽ ഉൾപ്പെട്ടവരാണെന്നുമുള്ള ബോധം അവരിൽ ഉണ്ടാക്കുവാനും സഹായിച്ചു. These factors helped to develop a sense of unity among the Indians. ഇന്ത്യക്കാരെല്ലാം ഒരൊറ്റ ജനതയാണ് എന്ന ബോധം ഇന്ത്യൻ ജനതയിൽ വളർത്തിയെടുക്കുവാൻ നമ്മളിപ്പോൾ പറഞ്ഞ ഈ 4 ഫാക്ടേഴ്സും സഹായകമായിട്ടുണ്ട്. നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് പഠിച്ചിട്ടുള്ള ഈ 4 പോയിൻറ്സും ഇന്ത്യൻ ദേശീയതയുടെ ആവിർഭാവത്തിന് സഹായിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. ഇനി മറ്റൊന്നാണ്, വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്, ഇന്ത്യൻ നാഷണലിസം ഈസ് ദ സെൻസ് ഓഫ് വൺനെസ് ബിയോണ്ട് റിലീജിയസ്, ലിംഗ്വിസ്റ്റിക് ആൻഡ് റീജിയണൽ ഡൈവേഴ്സിറ്റീസ്. ഇന്ത്യൻ ദേശീയത എന്നാൽ എന്ത് എന്ന് ചോദിച്ചാൽ നിങ്ങൾ നൽകേണ്ട ആൻസറാണ് ഇന്ത്യൻ നാഷണലിസം ഈസ് ദ സെൻസ് ഓഫ് വൺനെസ് ബിയോണ്ട് റിലീജിയസ്, ലിംഗ്വിസ്റ്റിക് ആൻഡ് റീജിയണൽ ഡൈവേഴ്സിറ്റീസ്. മതപരവും ഭാഷാപരവും പ്രാദേശികവുമായ വൈവിധ്യങ്ങൾക്കപ്പുറം എല്ലാ ഇന്ത്യക്കാരും ഒന്നാണെന്നുള്ള ബോധമാണ് ഇന്ത്യൻ ദേശീയത. Here is an important question. What do you mean by Indian nationalism? Indian nationalism is a sense of oneness beyond religious, linguistic and regional diversities. മതപരവും ഭാഷാപരവും പ്രാദേശികവുമായ വൈവിധ്യങ്ങൾക്കപ്പുറം എല്ലാ ഇന്ത്യക്കാരും ഒന്നാണെന്ന ബോധമാണ് ഇന്ത്യൻ ദേശീയത. Next important question. What were the factors helped for the emergence of Indian nationalism? ഇന്ത്യൻ ദേശീയതയുടെ വളർച്ചയ്ക്ക് സഹായകമായിട്ടുള്ള ഘടകങ്ങൾ ഏതെല്ലാം? നമ്മളിപ്പം ഡിസ്കസ് ചെയ്തിട്ടുള്ള 4 പോയിന്റ്സ് ആണ് ഇവിടുത്തെ ആൻസർ. ഫസ്റ്റ് പോയിന്റ്, ദ ബ്രിട്ടീഷ് കൺക്വയർഡ് പ്രിൻസ്ലി സ്റ്റേറ്റ്സ് ആൻഡ് യൂണിഫൈഡ് ഇന്ത്യ പൊളിറ്റിക്കലി. സെക്കൻഡ് പോയിന്റ്, ദ എക്കണോമിക് എക്സ്പ്ലോയിറ്റേഷൻസ് ഓഫ് ദ ബ്രിട്ടീഷ് ഗവൺമെൻറ് ക്രിയേറ്റഡ് ആൻ ആൻറ്റി ബ്രിട്ടീഷ് ആറ്റിറ്റ്യൂഡ് എമംഗ് ദി ഇന്ത്യൻസ്. തേർഡ് പോയിന്റ്, the spread of English education and development in transport and communication brought the people together. Fourth point, the strategies adopted by the British to suppress the first war of Indian independence created a national consciousness and made people think that they belong to the same country. Okay, ഈ 4 പോയിന്റ്സിൻ്റെയും മീനിങ്സ് നമ്മൾ ഓൾറെഡി ഡിസ്കസ്ഡ് ആണ് കേട്ടോ. The development of nationalism accelerated the Indians' efforts to liberate from the British. ദേശീയ ബോധം, അതായത് നാഷണലിസം വളർന്നു വന്നതോടുകൂടി ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്നും ഫ്രീഡം നേടണം എന്ന ചിന്ത ഇന്ത്യക്കാർക്കിടയിൽ വളരുകയും ഇന്ത്യക്കാരുടെ പ്രവർത്തനങ്ങൾക്കത് ആക്കം കൂട്ടുകയും ചെയ്തു. This enhanced the relevance of various movements for independence. ഇത് സ്വതന്ത്രത്തിന് വേണ്ടിയിട്ടുള്ള, ഇൻഡിപെൻഡൻസിന് വേണ്ടിയിട്ടുള്ള പ്രസ്ഥാനങ്ങളുടെ വളർച്ചയ്ക്കും വഴിവെച്ചു. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇതുപോലൊരു ബോക്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ദ റൈറ്റേഴ്സ് ഇൻസ്ട്രുമെൻ്റൽ ഇൻ ദി ഡെവലപ്മെൻറ്റ് ഓഫ് നാഷണലിസം.
നാഷണലിസത്തിൻ്റെ വളർച്ചയെ സഹായിച്ച സാഹിത്യകാരന്മാരുടെ പേരുകളാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. സോ ദ ഇമ്പോർട്ടൻറ്റ് റൈറ്റേഴ്സ് who helped for the development of nationalism. The first writer Bankim Chandra Chatterjee, second writer Rabindranath Tagore, third writer Muhammad Iqbal, fourth one Lakshmi Nath Besbarua, fifth one Altaf Hussain. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇവിടെ ഡിസ്ക്രിപ്ഷൻ കാണാൻ പറ്റും. ജവഹർലാൽ നെഹ്റുവിൻ്റെ ദ ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന ബുക്കിൽ നിന്നുള്ള എന്നൊരു വാക്കിൽ നിന്നുള്ള ചെറിയൊരു ഭാഗമാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ളത്. ജവഹർലാൽ നെഹ്റുവിൻ്റെ ഇന്ത്യയെ കണ്ടെത്തൽ അല്ലെങ്കിൽ ദ ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന പുസ്തകത്തിൽ നിന്നുള്ള ചില വരികളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ദ മൗണ്ടെയ്ൻസ് ആൻഡ് റിവേഴ്സ് ഇന്ത്യ ആൻഡ് ദ ഫോറസ്റ്റ് ആൻഡ് ദ ബ്രോഡ് ഫീൽഡ്സ് വിച്ച് ഗേവ് അസ് ഫുഡ് were all dear to us. ഇന്ത്യയിലെ പർവ്വതങ്ങളും നദികളും വനങ്ങളും നമുക്ക് ഭക്ഷണം തരുന്ന വിശാലമായ വയലുകളും എല്ലാം നമുക്ക് പ്രിയപ്പെട്ടവ തന്നെയാണ്. ബട്ട് വാട്ട് കൗണ്ടഡ് അൾട്ടിമേറ്റ്ലി were the people of India, people like them and me who were spread out all over this vast land. പക്ഷേ എല്ലാറ്റിലും ഉപരിയായി നമ്മൾ കൗണ്ട് ചെയ്യേണ്ടത് ഇന്ത്യയിലെ ജനതയെയാണ്. അവരെയും എന്നെയും പോലുള്ള ആളുകൾ ഈ വാസ്റ്റ് ലാൻഡിലാകെ വ്യാപിച്ച് കിടക്കുകയും ചെയ്യുന്നു. ഭാരത് മാത, മദർ ഇന്ത്യ വാസ് എസെൻഷ്യലി ദീസ് മില്യൺസ് ഓഫ് പീപ്പിൾ ആൻഡ് വിക്ടറി ടു ഹർ മെന്റ് വിക്ടറി ടു ദീസ് പീപ്പിൾ. ഈ കോടിക്കണക്കിന് വരുന്ന ജനങ്ങളാണ് ഭാരത് മാതാവ്. അവരുടെ ജയം എന്ന് വെച്ചാൽ ഈ ജനങ്ങളുടെ ജയം എന്നാണർത്ഥം. യു ആർ parts of this Bharat Mata. I told them, you are in a manner yourselves Bharat Mata, and as this idea slowly soaked into their brains, their eyes would light up as if they had made a great discovery. നിങ്ങൾ ഈ ഭാരത് മാതാവിൻ്റെ പാർട്ടുകൾ തന്നെയാണ്. ഒരു വിധത്തിൽ നിങ്ങൾ തന്നെയാണ് ഭാരത് മാതാവ് എന്ന് ഞാൻ അവരോട് പറയും. ഈ ആശയം പതുക്കെ അവരുടെ തലച്ചോറിലെത്തുകയും ഒരു മഹത്തായ കണ്ടുപിടുത്തം സാധിച്ച പോലെ അവരുടെ കണ്ണുകൾ പ്രകാശിക്കുകയും ചെയ്യും. ജവഹർലാൽ നെഹ്റുവിൻ്റെ ദ ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന പുസ്തകത്തിലെ ഒരു ചെറിയൊരു ഡിസ്ക്രിപ്ഷനാണ് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ളത്. ഓക്കെ, പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ, പ്രസ് ബെൽ ഐക്കൺ ഫോർ ന്യൂ നോട്ടിഫിക്കേഷൻസ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.